ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ 35ാമത്തെ സെഷൻ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, പ്രോസ് ആൻഡ് കോൺസ് ആണ് കാണുന്നത്. ആദ്യം പ്രോസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്. ശരിക്കും നല്ല കളക്റ്റീവ് ബാർഗെയിനിങ് ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പല ഇഷ്യൂസും പ്രോപ്പറായിട്ട് മാനേജ്മെൻറ്റിനെ അറിയിക്കാനായിട്ട് പറ്റുന്നുണ്ട്. എംപ്ലോയീസിന് ഒരു ഈക്വൽ സ്റ്റാൻഡിങ് അവിടെ കിട്ടുന്നുണ്ട് ഓർഗനൈസേഷനിൽ. സോ അതുകൊണ്ട് തന്നെ വർക്ക് പ്ലേസിൽ നല്ല ഹൈ പെർഫോമൻസ് എംപ്ലോയീസ് കാഴ്ചവെക്കുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ ഒരു ബൈലാറ്ററൽ, രണ്ട് പേരും കൂടി ചേർന്നിട്ടുള്ള ഒരു ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അതിനൊരു നിയമത്തിൻ്റെ പിന്തുണയും കൂടി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ അവകാശങ്ങൾ കൃത്യമായി അവിടെ ഉന്നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എംപ്ലോയേഴ്സ് ആയാലും എംപ്ലോയീസ് ആയാലും അവരുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയാണ് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന അഗ്രിമെൻറ്റിലൂടെ. പിന്നെ നമുക്ക് ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ നമ്മുടെ കോമ്പൻസേഷൻ, സാലറി ഇഷ്യൂസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, പല മൾട്ടി ഇയർ കോൺട്രാക്ട്സിൽ ബഡ്ജറ്റൊക്കെ കൃത്യമായിട്ട് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂണിയൻസൊക്കെ കുറേ കൂടി സ്ട്രോങ്ങറായിട്ട് മാറുകയാണ്. അവർ കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള എഡ്യൂക്കേഷനിലേക്ക് പോവുകയാണ്. കാരണം കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇതിൽ. അപ്പം എക്കണോമിക് സ്ലോ ഡൗൺ ഒന്നും ഇല്ലാതെ നമ്മുടെ വ്യവസായം എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വളരെ ഫെയറായിട്ടും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് പോളിസീസ് നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരുപാട് ഗുണം ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കോൺസ്? നെല്ലും പതിരും, അതാണ് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത്. പ്രോസ് നെല്ല്, കോൺസ് പതിര്. അപ്പോൾ ഇവിടെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ അതോറിറ്റി, അതുപോലെ അവരുടെ ഫ്രീഡമൊക്കെ കുറേ കൂടി റെസ്ട്രിക്റ്റഡ് ആക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ എംപ്ലോയീസിനെയും അവരെ പ്രതിനിധീകരിച്ചിട്ട് വളരെ കുറച്ച് എംപ്ലോയീസാണ് എന്ത് ചെയ്യുന്നത്, ബാർഗെയിനിങ്ങിൽ ഏർപ്പെടുന്നത്. അതൊരു ഡിസ്പ്രപ്പോർഷനായിട്ടാണ് കാണുക. ഇപ്പോൾ 2000 എംപ്ലോയീസിൻ്റെ കാര്യം 10 പേര് മാത്രം ചേർന്ന് ചർച്ച ചെയ്യുകയെന്ന് പറയുമ്പോൾ അങ്ങനത്തെ. ഓക്കെ, പിന്നെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ഇവിടെ വരുന്നുണ്ട്. അതുമാത്രമല്ല, ആ ടൈം കൺസപ്ഷനിൽ കുറച്ചുകൂടി ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള, അതായത് ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടപ്പിലാക്കുന്നത്. ഓക്കെ, പിന്നെ ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ ഈ ബാർഗെയിനിങ്ങിൽ ഏർപ്പെടുന്ന എംപ്ലോയീസും മാനേജേഴ്സും നിലകൊള്ളുന്നു, അവർ ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ കുറേ കൂടി ഹൈ ലെവലിലേക്ക് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് പോകുമ്പോൾ പല എക്സ്റ്റേണൽ എൻറ്റിറ്റീസും ഇതിലേക്ക് ഇടപെടുന്നുണ്ടാവും, ആർബിട്രേഴ്സും സ്റ്റേറ്റ് ലേബർ റിലേഷൻ ബോർഡൊക്കെ ആയിട്ട്. പിന്നെ നമ്മളുടെ എംപ്ലോയീസിന് ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് നടന്നാൽ അതുപോലെ തന്നെ വേറെ ഓർഗനൈസേഷനിൽ അതേ കളക്റ്റീവ് ബാർഗെയിനിങ് അവിടുത്തെ എംപ്ലോയീസിന് നടത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള മാറ്റങ്ങൾ തടസ്സപ്പെടുത്താനായിട്ട്. ഓക്കെ, ഇപ്പോൾ പബ്ലിക് കമ്പനി പ്രൈവറ്റൈസേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് അത് മാറ്റങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചിലപ്പോൾ കളക്റ്റീവ് ബാർഗെയിനിങ് നിലകൊള്ളാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നെഗോസിയേഷനൊക്കെ നമുക്ക് മാനേജ്മെൻറ്റിന് ഒത്തിരി ഹൈ കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ എബിലിറ്റി ഇവിടെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ട്രേഡ് യൂണിയൻസും അവരുടെ എബിലിറ്റി കൊണ്ടുവന്ന് അവരുടെ എബിലിറ്റി ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്, അവരുടെ എബിലിറ്റിയിലാണ് ബാർഗെയിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മളുടെ മാനേജ്മെൻറ്റിന് ഇപ്പോൾ ട്രേഡ് യൂണിയൻസാണ് എംപ്ലോയീസിൻ്റെ പ്രതിനിധിയായിട്ട് വരുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റിന് നേരിട്ട് എംപ്ലോയീസായിട്ട് ഇടപെടാനും പറ്റുന്നില്ല. പലപ്പോഴും നമ്മളുടെ ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ ഈ പ്രൈവറ്റ് സെക്ടർ, ചില പെർട്ടിക്കുലർ സർവീസിന് പ്രൈവറ്റ് സെക്ടറിലുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ടെക്നോളജിക്കൽ കമ്പീറ്റൻസിക്കൊക്കെ വേണ്ടിയിട്ട് അത് നമുക്ക് നല്ലൊരു സുഖമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഈ പറയുന്ന നമ്മളുടെ മാനേജ്മെൻറ്റിന് ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ഒരു കോൺട്രാക്റ്റ് അഡ്മിനിസ്ട്രേഷൻ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുന്നത്. കാരണം
മാനേജേഴ്സിന് സൂപ്പർവൈസേഴ്സിനും നല്ല സ്കിൽസ് അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ കോൺസ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്, WPM. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന സംഭവം ഇല്ലാതെ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇല്ല. ദാറ്റ് മീൻസ് എംപ്ലോയീസിനെ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ സോഷ്യൽ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്ത്, കൾച്ചറൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു പാർട്ടിസിപ്പേഷൻ ഓരോ ഓർഗനൈസേഷനിലും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതിന് പല ഫോംസും ഉണ്ട്. ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് പല പേരിലുമാണ് അറിയപ്പെടുന്നത്. ചിലപ്പോൾ ജോയിൻറ്റ് കൺസൾട്ടേഷൻ ആയിരിക്കും പറയുന്നത്, ചിലരിടത്ത് ലേബർ മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നുണ്ട്, കോ ഡിറ്റർമിനേഷൻ എന്നും വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ജോയിൻറ്റ് ഡിസിഷൻ മേക്കിംഗ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രി, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ്, അങ്ങനെ പല പേരിലും പെടുന്നുണ്ട്. പക്ഷേ ഫലത്തിലെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് കോമൺ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേറ്റിംഗ് എംപ്ലോയീസ് ഇൻ മാനേജൽ ഡിസിഷൻ മേക്കിംഗ്. അതാണ് നമ്മൾ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ സ്റ്റഡീസ് നമ്മുടെ WPM വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് പാർട്ടിസിപ്പേഷനാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എംപ്ലോയീസിൻ്റെ ഒരു സ്കോപ്പിനെ ഇൻക്രീസ് ചെയ്യുന്നൊരു പ്രാക്ടീസാണ്. ആ ഇൻക്രീസ് ചെയ്യുന്ന സ്കോപ്പിൻ്റെ പ്രാക്ടീസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പാർട്ടിസിപ്പേഷനാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിസിപ്പേഷനിലൂടെ നമ്മളുടെ എംപ്ലോയീസിൻ്റെ ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിങ്ങിലേക്കുള്ളത് ഷെയർ ചെയ്യപ്പെടുകയാണ്. അത് പല ടയേഴ്സിലും പല ലെവൽസ് ഓർഗനൈസേഷനിലും അത് ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് അതിനോട് അനുബന്ധമായിട്ട് അവർക്ക് എന്താണ് കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കിട്ടുന്നു. അതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ശരിക്കും നമ്മളുടെ ഒരു ഓർഗനൈസേഷനിൽ നല്ല ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻ ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അതിലുപരി നമ്മുടെ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി കൂട്ടുകയും ചെയ്യുന്നു. പിന്നെ ഇത് ശരിക്കും നല്ല ഒരു നല്ലൊരു സോഷ്യൽ എഡ്യൂക്കേഷൻ ഇതാണ് നമ്മുടെ ഹ്യൂമൻ ടാലൻസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരെ സമാധാനപരമായിട്ട് നല്ലൊരു ഹാർമണി, നല്ല ഹൈ പ്രൊഡക്ടിവിറ്റി, നല്ല ഹൈ ഇൻക്രീസിങ് പ്രൊഡക്ഷനൊക്കെ ഉണ്ടാവാനായിട്ട് ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ ആക്റ്റാണ്. ശരിക്കും മാനുഷികപരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ താഴേക്കിടയിൽ നിൽക്കുന്ന വർക്കേഴ്സിൻ്റെ സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ നമ്മൾ ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് കൊണ്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അവർക്ക് സ്വന്തമായിട്ട് സെൽഫ് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഡെമോക്രസി, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കുന്ന ഡെമോക്രസി പ്രൊമോട്ട് ചെയ്യാനും വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് വളരെയധികം സഹായിക്കുന്നതാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ നമ്മുടെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ബ്രോഡ്ലി പറയുകയാണെങ്കിൽ, ഇത് ശരിക്കും നമ്മുടെ വർക്കേഴ്സിൻ്റെ ഒരു അസോസിയേഷനാണ്. അവരെന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുന്നു. അവർ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ചിലപ്പോൾ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും, ഡിസിഷൻസും നെഗോസിയേഷൻസും കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പല രീതിയിലുമാണ് ഈ ഒരു പാർട്ടിസിപ്പേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ ഈവൻ ചിലപ്പോൾ വർക്കേഴ്സ് തന്നെ മാനേജ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് ഫോം ചെയ്യുന്നത്. നമ്മുടെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് എയിംസ് മെയിനായിട്ട് നമുക്ക് 3 ബ്രോഡ് കാറ്റഗറിയിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എത്തിക്കൽ ഓർ മോറൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. അതായത് ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൻ്റെ എത്തിക്കൽ അല്ലെങ്കിൽ മോറൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ എംപ്ലോയീസിനെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നു എന്നുള്ളൊരു കാര്യം ഒരു ഹ്യൂമൻ റൈറ്റാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 പ്രകാരമാണ് ആ രീതിയിൽ ഒരു ഒബ്ജക്റ്റീവ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എത്ര താഴെക്കൊടിയിലുള്ള ഒരു വർക്കറിനെയും അയാൾ നല്ല പ്രഗത്ഭനാണ്, നല്ലൊരു എക്സ്പേർട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നത് ഒരു ഹ്യൂമൻ റൈറ്റാണ്, അയാളുടെ ഒരു മനുഷ്യാവകാശമാണ്.
ഓക്കെ. സോ കാരണം ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത് എല്ലാ ഹ്യൂമൻ ബീയിങ്സും സ്വതന്ത്രമായിട്ടാണ് അവർ ജനിച്ചിട്ടുള്ളത്, സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനും അതുപോലെ തന്നെ തുല്യമായിട്ടുള്ള അവകാശങ്ങളോട് കൂടിയിട്ട് ജീവിതം കെട്ടുപടുത്താൻ നയിക്കാനും ഒക്കെ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള അവകാശങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ശരിക്കും നമ്മൾ ഒരു ബ്രദർഹുഡ് സ്പിരിറ്റാണ് ഹ്യൂമൻ ബീയിങ്സ് തമ്മിൽ ഫോം ചെയ്യേണ്ടത്. എല്ലാവരും പരസ്പരം ബ്രദർഹുഡ് എന്ന് വെച്ചാൽ പരസ്പരം സഹകരിച്ച് പോകാമെന്നുള്ളൊരു ചിന്തയാണ് എല്ലാവരിലും ഉണ്ടാവേണ്ടത്. അപ്പോൾ ഓരോ സൊസൈറ്റിയിലും ഇത്തരത്തിൽ സോഷ്യൽ, എക്കണോമിക്കൽ, കൾച്ചറൽ റൈറ്റ്സ് ഈ രീതിയിൽ ഇടപഴകാനായിട്ട് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രീ ആയി തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അത് നമ്മുടെ ഓർഗനൈസേഷനിലും നടപ്പിലാക്കുന്നത് ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് വഴിയാണ്. ഓക്കെ, ഇനി ഒരു സ്പെഷ്യൽ അഡ്വൈസറി കമ്മിറ്റി നമ്മുടെ ഗവൺമെൻറ് ഓഫ് ജമൈക്കയിൽ നമ്മുടെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരും നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അതേ ചിന്തയിൽ തന്നെയാണ്. അതായത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് വർക്ക് പ്ലേസ് എന്നാണ് അവർ കാണുന്നത്. ഓക്കെ, സോ ഇത് ശരിക്കും നമ്മളുടെ ഒരു പ്രൊസീജിയറാണ്, റൂൾസാണ്, മാനേജ്മെൻ്റ് ഒരു സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഇതുവഴി നമ്മുടെ വർക്കേഴ്സിൻ്റെ റെക്കഗ്നിഷൻ, അവരെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അവർക്ക് പ്രോപ്പറായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്നത്, ഇതെല്ലാം വരുന്നു ആ ഒരു ഭേദപ്പെട്ട രീതിയിൽ. അല്ലാതെ അവരെ വെറുതെ പ്രൊഡക്ഷൻ്റെ ഒരു മിഷനറി ആയിട്ടല്ല അവരെ കണക്കാക്കുന്നത്. ഓക്കെ.